എനിക്കിപ്പോൾ ഓർമ്മ വരുന്നത് ഒരു കഥയാണ്. മുല്ല നസ്രുദ്ദീൻ്റെ കഥയാണ്. മുല്ല നസ്രുദ്ദീൻ തൻ്റെ സ്കൂളിൽ പഠിക്കുന്ന മകൻ വൈകി വീട്ടിലെത്തിയപ്പോൾ ആ മകനൊരു വടിയെടുത്തിട്ട് അടിച്ചു. എന്നിട്ട് പറഞ്ഞു, സ്കൂൾ വിട്ടാൽ കൃത്യസമയത്ത് വീട്ടിലെത്തിയിരിക്കണം, വൈകാൻ പാടില്ല. പിറ്റേ ദിവസം മകൻ വൈകാതെ കൃത്യസമയത്ത് അടി ഭയന്ന് വീട്ടിലെത്തി. പക്ഷെ അന്ന് വസ്ത്രത്തിലൊക്കെ ചളി പുരണ്ടിരുന്നു. അന്നും കൊടുത്തു ഒരടി. എന്നിട്ട് പറഞ്ഞു, വസ്ത്രമൊക്കെ വൃത്തിയായിട്ട് സൂക്ഷിക്കണം. മൂന്നാമത്തെ ദിവസം വൈകാതെ വസ്ത്രത്തിൽ അഴുക്കൊന്നുമാക്കാതെ കൃത്യസമയത്ത് വീട്ടിലെത്തി. പക്ഷെ അന്നും വടിയെടുത്തിട്ട് മുല്ല നസ്രുദ്ദീൻ മകനൊന്ന് അടിച്ചു. അപ്പം മകൻ ചോദിച്ചു, ഇന്ന് ഞാൻ വസ്ത്രത്തിൽ അഴുക്കാക്കിയിട്ടില്ല, ഞാൻ നേരം വൈകിയിട്ടുമില്ല, പിന്നെ എന്തിനാണ് എന്നെ അടിച്ചത്? അന്നേരം മുല്ല നസ്രുദ്ദീൻ പറഞ്ഞു, നീ എത്ര ശരികൾ ചെയ്താലും ഭാവിയിൽ ഈ സമൂഹത്തിൽ ജീവിക്കുമ്പോൾ നിനക്ക് ചില അടികളൊക്കെ കിട്ടിയേക്കാം. നിന്റെ ഭാഗത്താണ് ശരി എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. സമൂഹം ചിലപ്പോൾ അങ്ങനെ വിലയിരുത്തിക്കൊള്ളണമെന്നില്ല. അപ്പോൾ നിനക്ക് മാനസികമായ വിഷമമില്ലാതിരിക്കാൻ അതിനുള്ളൊരു പരിശീലനത്തിന് വേണ്ടിയാണ് ഞാൻ ഇപ്പോൾ നിന്നെ അടിച്ചത് എന്ന്. ചില സംഭവങ്ങൾ നാം ചിന്തിക്കുമ്പോൾ വലിയ പാഠമാണ് മുല്ല നസ്രുദ്ദീൻ മകന് നൽകിയത്. സമൂഹത്തിൽ നാം എത്ര ആത്മാർത്ഥതയോടുകൂടെ പ്രവർത്തിച്ചു കഴിഞ്ഞാലും ആ പ്രവർത്തനത്തെയൊക്കെ ചിലപ്പോൾ വിമർശിക്കാൻ ഇന്ന് ആളുകൾ ഇഷ്ടം പോലെ ഉണ്ടാകും. സോഷ്യൽ മീഡിയയുടെയൊക്കെ അതിപ്രസരം അതിന് വല്ലാതെ സാഹചര്യങ്ങൾ ഒരുക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ വിഷമിക്കരുത്. നാം നമ്മുടെ നിലപാടിലായിട്ട് മുന്നോട്ട് പോകണമെന്നുള്ള പാഠം ചെറുപ്പത്തിൽ തന്നെ മുല്ല നസ്രുദ്ദീൻ മകന് നൽകിയത് നമുക്കും വലിയൊരു പാഠമാണ്.